മഹാരാജാസ് കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് SFI നേതാക്കൾ അറസ്റ്റിലായി. SFI ജില്ലാ പ്രസിഡന്റ് പ്രജിത് കെ ബാബു, വൈസ് പ്രസിഡന്റ് ആശിഷ് എസ് ആനന്ദ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നുണ്ട്. ആദിത്യൻ, അറസ്റ്റ് രേഖപ്പെടുത്തിയോ ഇരുവരുടെയും? മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആ രാത്രിയിലെ സംഘടനം, വലിയ അക്രമം, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇരു സൈഡിലും എത്ര പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്? പ്രജീഷ്, നിലവിൽ ഈ ആശുപത്രിയിലെ അതിക്രമത്തോടനുബന്ധിച്ച് 35 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ കണ്ടാലറിയാവുന്ന 35 പേരിൽ 2 പേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതും SFI നേതാക്കളാണ്. ജില്ലയിലെ തന്നെ പ്രമുഖ നേതൃത്വത്തിലുള്ള SFI നേതാക്കളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ജില്ലാ പ്രസിഡന്റ് പ്രജിത് കെ ബാബു, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആശിഷ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 35ഓളം പേരെയാണ്, കണ്ടാലറിയാവുന്ന 35ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഡോക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ആംബുലൻസിനുള്ളിൽ കയറി രോഗിയെ മർദ്ദിച്ചു എന്നതുൾപ്പെടെയുള്ള കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രജീഷ്, അതുപോലെ തന്നെ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇതുവരെ 15ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുള്ളത്. സജീവ KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കെതിരെയാണ് ആ കേസിൽ എടുത്തിട്ടുള്ളത്. അവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ 9ഓളം വകുപ്പുകൾ ചുമത്തിയും കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ സമയങ്ങളിലായി നടന്ന അക്രമ കേസുകളിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കുകയാണ് പോലീസ്. അതോടൊപ്പം തന്നെ ഇതിനിടയ്ക്ക്, ഈ സംഘർഷങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് 200ഓളം SFI പ്രവർത്തകർക്കെതിരെ പ്രകടനം നടത്തിയതിൻ്റെ പേരിലും, നിയമലംഘനം നടത്തി പ്രകടനം നടത്തിയതിൻ്റെ പേരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല, അനിശ്ചിതകാലത്തേക്ക് കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ പ്രിൻസിപ്പാളിനെ സ്ഥലം മാറ്റുക പോലും ചെയ്തിരുന്നു. അത്തരത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ അക്രമ സംഭവങ്ങളിൽ കോളേജിന് പുറത്തുനിന്നുള്ളവർ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത്. മഹാരാജാസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് SFI നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.